പ്രിയമുള്ളവരെ, നമുക്ക് വളരെ പരിചിതമായ രണ്ട് വാക്യങ്ങൾ തുടക്കത്തിൽ വായിക്കാം. Dear ones, let's read a two familiar verse in the beginning. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളാണ്. 2 Corinthians chapter 2 verse 2 and 3. 11:2. 2 Corinthians chapter 11, 2 and 3. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 Corinthians chapter 11 verse 2 and 3. For I am jealous for you with a godly jealousy, for I betrothed you to one husband, so that to Christ I might present you as a pure virgin. But I am afraid that as serpent deceived Eve by his craftiness, your mind will be led astray from the simplicity and purity of devotion to Christ. ഇവിടെ ഇതാ അപ്പോസ്തലനായ പൗലോസിന് കൊരിന്ത്യരെ കുറിച്ചുള്ള ഹൃദയത്തിന്റെ ഒരു ആ നിലയിലുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. We see Paul is expressing his burden for the Corinthians. അവരെ കുറിച്ചുള്ള ആ ഭാരം അത് ഒരു അസൂയ എന്ന് പോലും താനെ പറയുന്നു. The burden he has is like a jealousy for them. എന്ന് പറഞ്ഞാൽ എന്താ, അക്ഷരാർത്ഥത്തിലുള്ള അസൂയയല്ല. ഇവരെ പിശാചിനോ ലോകത്തിനോ വിട്ടുകൊടുക്കാതെ കർത്താവിനായിട്ട് സൂക്ഷിക്കണം എന്നുള്ള തന്റെ താല്പര്യത്തിന്റെ കൂടുതലിനെയാണ് താന് അസൂയ എന്ന് അവിടെ പരാമർശിക്കുന്നത്. Here is mentioned jealousy, that is he has a desire to preserve them as a pure virgin for the Christ. താൻ എന്ത് ചെയ്തു? താൻ ഈ കൊരിന്ത്യരിലുള്ളവരെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായിട്ട് വിവാഹ നിശ്ചയം ചെയ്തു. Here it says he has betrothed you to one husband, that is Christ Jesus. എന്നാൽ ഇതിനെതിരെ ഒരാള് കണക്ക് കൂട്ടി കാര്യങ്ങളെ ക്രമീകരിക്കുന്നു. But there is one person who is scheming against all of this. അത് സാത്താനാണ്. It is Satan. സാത്താൻ നേരത്തെ ഇതുപോലെ ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. Satan deceived Eve earlier. അതുപോലെ നിങ്ങളെയും ചതിച്ചേക്കും. He may deceive you also by his craftiness. ചതിക്കുന്നത് എങ്ങനെയാണ്? How does he deceive you? നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലായിരിക്കും. Your mind should be in the simplicity of devotion to Christ. ആ ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ മാറ്റി Satan will try to lead astray from that simplicity to Christ. ആ ഏകാഗ്രതയും നിർമ്മലതയും, Simplicity and purity of devotion to Christ. ആ രണ്ട് കാര്യങ്ങള് വിട്ടാല് നിങ്ങള് വഷളായി പോകും. If you leave both simplicity and purity of devotion to Christ, then you will be led astray. തുടർന്ന് അടുത്ത വാക്യത്തില് നമ്മൾ വായിക്കുന്നത് എന്താണ്? അടുത്ത വാക്യം കൂടെ നോക്കുക, 4-ാമത്തെ വാക്യം. Verse 4, it says, For if one comes and preach another Jesus whom we have not preached, or you receive a different spirit which you have not received, or a different gospel which you have not accepted, you bear this beautifully. അങ്ങനെ നിങ്ങളുടെ മനസ്സ് മാറിപ്പോയാൽ നിങ്ങൾക്ക് 3 ഇതേവരെ ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ സംഭവിക്കും എന്നവിടെ പറയുന്നു. If we are led astray from the simplicity and purity of devotion to Christ, then these 3 things can happen to you. നിങ്ങൾ പിന്നീട് പിന്തുടരുന്നത് മറ്റൊരു യേശുവിനെയാണ്, യഥാർത്ഥ യേശുവിനെയല്ല. In this case, then you will be following another Jesus. നിങ്ങൾ പിന്നീട് കൈക്കൊള്ളുന്ന മുന്നോട്ട് പോകുന്നത് ശരിയായ ആത്മാവിനെയല്ല, വേറൊരു ആത്മാവിനെയാണ്. You may be receiving a different spirit. നിങ്ങൾ പിന്നീട് കൈയാളിയിരിക്കുന്നത് യഥാർത്ഥ സുവിശേഷമല്ല, വേറൊരു സുവിശേഷം. You may be having a different gospel. That's not the right gospel. ഈ കാര്യങ്ങള് കൊരിന്ത്യരോടുള്ള ബന്ധത്തിനപ്പുറത്ത് നമ്മളോടുള്ള ബന്ധത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, Let's examine this in relation to ourselves. എത്ര ഭയങ്കരമായിരിക്കും, How difficult it will be. നമ്മള് കർത്താവിനെ പിൻപറ്റാനായിട്ട് ഇറങ്ങി തിരിച്ചു. We came to follow Jesus. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മള് പിൻപറ്റുന്നത് വേറൊരു യേശു. After some time, we started following another Jesus. നമ്മള് കേൾക്കുന്നത് മറ്റൊരു ആത്മാവിന്റെ ശബ്ദം. We started to listen to another spirit. നമ്മള് യഥാർത്ഥ സുവിശേഷത്തിന്റെ വക്താക്കളല്ല, മറ്റൊരു സുവിശേഷത്തിന്റെ. We are not preaching the real gospel, we are preaching a different gospel. അങ്ങനെ ഒരു അപകടം വരികയെന്ന് വെച്ചാൽ അത് എത്ര വലുതാണ്. That's a big danger which can happen. ആ അപകടം ഇവർക്ക് എങ്ങനെയാ വരുന്നത്? How did this happen to them? അത് പറയാനാണ് എന്റെ ഹൃദയത്തിന്റെ ആ നിലയിലുള്ള താല്പര്യം. That's a burden of my heart to share.
കാരണം ആ കാര്യങ്ങൾ വരാതിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? If these things don't come to us, what can we do? നമുക്ക് യഥാർത്ഥ യേശുവിനെ തന്നെ പിൻപറ്റാനും We can follow the real Jesus. യഥാർത്ഥ ആത്മാവിന്റെ സ്വരം തന്നെ കേൾക്കാനും We can listen to the correct spirit. നമുക്ക് ശരിയായ സുവിശേഷത്തിന്റെ വക്താക്കളായിട്ട് തന്നെ നിൽക്കാനും. We can share the correct gospel. അപ്പോ അതുകൊണ്ട് ഈ കാര്യം കൊരിന്ത്യരെ സംബന്ധിച്ചുണ്ടായ ആ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കൊരു മുന്നറിയിപ്പിനായിട്ട് നമുക്ക് ഇത്തിരി ഗഹനമായിട്ട് ഇത്തിരി വിശദമായിട്ട് നോക്കാം. This is a warning which is there for Corinthians. So let us examine more deeply what is this. അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും അത്രയുമാണ്. Their mind was led astray from simple and pure devotion to Christ. രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. Two things happened here. നിർമ്മലത പോയി, ഏകാഗ്രത പോയി. They left the simplicity and the purity. Two things. അതായത് കർത്താവിനോടുള്ള ലളിതമായ ഒരു ഏകാഗ്രത, ഒരു സിൻസിയറിറ്റി. We should have that simple devotion to Christ. അതുപോലെ തന്നെ ആ കർത്താവിനോടുള്ള നമ്മുടെ ഡിവോഷൻ എന്തായിരിക്കണം? പ്യുവറുമായിരിക്കണം. So our devotion to Christ also should be pure. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. These two things are very important. That's what Paul is mentioning here. നമുക്ക് ഇതിലെ പ്യൂരിറ്റി എന്ന കാര്യം നമുക്ക് നിർമ്മലത എന്ന കാര്യം തുടക്കത്തിലൊന്ന് നോക്കാം. Let's look into the word purity initially. എന്താ നിർമ്മലത എന്ന് വെച്ചാൽ എന്താ? What does purity means? നമ്മൾ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിയാൽ അതിനോടായിരിക്കണം നമ്മുടെ 100% കമ്മിറ്റ്മെന്റ്. We are focused on one thing, then our commitment should be 100% towards that. അതിന് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആ കമ്മിറ്റ്മെന്റ് ഒരു 75%, 25% മറ്റു പല കാര്യങ്ങളും വന്നാൽ എന്ത് പറ്റി? അവിടെ ആ നിർമ്മലത 25% നഷ്ടമായി. If our focus is only 75%, then we lose that 25% purity in that. ഇത് കണ്ടോ, അവരെ സംബന്ധിച്ച് ഇത് ക്രമേണയാ വന്നത്. It happened sequentially to them. പെട്ടെന്നങ്ങ് സംഭവിച്ചതല്ല. It didn't happen suddenly. പെട്ടെന്നൊരു കാര്യം സംഭവിച്ചാൽ അത് നമ്മുടെ ശ്രദ്ധയിൽ വരും. If something happens suddenly, then we'll remember it. എന്നാൽ പിശാച് അവന് ഉപായി ആയതുകൊണ്ട് പെട്ടെന്നല്ല നമ്മുടെ ജീവിതത്തിൽ പിന്മാറ്റം കൊണ്ടുവരും. Since Satan is a deceiver, he doesn't bring backsliding in our life suddenly. പതുക്കെ ക്രമേണ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പതുക്കെയാണ് ഈ കൊരിന്ത്യരുടെ ആ നിലയിലുള്ള നിർമ്മലത കുറച്ച് കൊണ്ടുവന്നു. Satan did it slowly. He reduced the purity in their devotion to Christ slowly. നിർമ്മലത കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്തു പോകുന്നത് എന്തോ പ്രകടമായ തെറ്റിലൊക്കെ അവർ വീണു, എന്തെല്ലാമോ കൽപ്പനകൾ ലംഘിച്ചു, അങ്ങനെ പ്രകടമായ എന്തോ കാര്യങ്ങളാണ്. When we think of the purity got reduced, we may think that okay, they would have fallen in many sins or something. That's something outward. എന്നാൽ അങ്ങനെ പ്രകടമായി കാണാവുന്ന ഏതെങ്കിലും ആ നിലയിലുള്ള അഴുക്കായിരിക്കേയില്ല അവൻ കൊണ്ടുവന്നത്. It may not be something which can be seen outside, like the outward thing. 100% കർത്താവിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റിൽ അതിനകത്ത് ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കുള്ള തെറ്റെന്ന് തോന്നാത്ത പല കൺസേണും കൊണ്ടുവന്ന് ഈ 100% താഴോട്ട് കൊണ്ടുവന്നാലും അതെന്തായി? അത് നിർമ്മലത വിട്ടു. So Satan tries to reduce that purity in our life. That if you reduce that 100% by bringing some anxious thoughts or something which may not look like a sin outward, that can also reduce the purity of our devotion to Christ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല കാര്യങ്ങളുണ്ട്. We live on this earth, there are many things happening. കുടുംബത്തിന്റെ കാര്യം നോക്കണം, look after our family, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, look after children, ജോലി കാര്യങ്ങളുണ്ട്, our work is there. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇവയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇവയൊന്നും കർത്താവിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സ്ഥാനം ക്രമേണ കൈയടക്കാനിടയാകരുത്. Even we do all these things, they should not take up the place what we are given from Christ. കുഞ്ഞുങ്ങളെ ദൈവം തന്നെ നമുക്ക് തന്നു. God only gave children to us. പക്ഷേ ദൈവത്തിനുള്ള ആ
സ്ഥാനം നമ്മൾ ക്രമേണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു പോകരുത്. We should not give that place what we gave for Christ for our children. അതിൻ്റെ അകത്തൊരു തെറ്റൊന്നും നമുക്ക് തോന്നുകയില്ല. We may not see anything wrong in that. നമുക്ക് പണം ആവശ്യമുണ്ട്, We need money. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിനുള്ള സ്ഥാനം കുറച്ച് പണത്തിനൂടെ കൊടുക്കാൻ തുടങ്ങിയാൽ നിർമ്മലത വരും. After some time, if we start giving the priority for money, then we lose the purity in our life. ജോലി കൃത്യമായിട്ടും ഭംഗിയായിട്ടും കുറ്റമൊന്നുമില്ലാതെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. We should do our job properly. പക്ഷെ നമ്മുടെ മനസ്സിൽ കുറച്ച് കഴിയുമ്പോൾ ആ നിലയിൽ ദൈവത്തിനുള്ള ഒന്നാം സ്ഥാനം വിട്ട് നമ്മുടെ ലോകത്തിലെ ജോലിക്കാണ് ഒന്നാം സ്ഥാനം ലഭിക്കുന്നതെങ്കിൽ നിർമ്മലത. If we start giving first priority for the work, then we lose the purity of devotion to Christ. ഇതൊന്നും നിർമ്മലതയ്ക്ക് കുഴപ്പമുള്ള കാര്യങ്ങളായിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുകയില്ല. It doesn't appear to be something which will reduce our purity of Christ. ഒറ്റ നോട്ടത്തിൽ തെറ്റായ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല ജോലിയാകട്ടെ, കുടുംബത്തിന്റെ കാര്യങ്ങളാകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. It's not something wrong that we are taking care of family or doing our work properly. പക്ഷെ എവിടെയാണ് അത് നിർമ്മലതയ്ക്കെതിരാകുന്നത്? When will it be against our purity of devotion to Christ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം, There is a place we are given to Christ. ആ സ്ഥാനം ഈ അനുവദനീയമായ നല്ല കാര്യങ്ങൾ തന്നെ കൈയടക്കിയാൽ അത് നിർമ്മലത. So all these good things can take up that place what we are given for Christ. ആ നിലയിൽ ഈ കാര്യത്തെ നോക്കിയാൽ നമ്മൾ നോക്കുക നമ്മുടെ ജീവിതത്തെ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. We need to examine our life how it is with relation to purity of life. ഈ നിർമ്മലത അല്ലെങ്കിൽ ആ നിലയിലുള്ള പ്യൂരിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാകാൻ ഭാര്യാഭർത്തൃ ബന്ധത്തോട് ചേർത്ത് ചിന്തിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാകാൻ ഇടയായി. We can compare this word purity in relation with the husband and wife relationship. വിവാഹം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ആർക്കായിരിക്കണം? The husband and wife who are married, whom they will give first place in their life. ഒന്നാം സ്ഥാനം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ, ഞാൻ ആത്മീയ കാര്യമല്ല പറയുന്നത്, ദൈവിക കാര്യമല്ല പറയുന്നത്, ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അവരുടെ ജീവിത പങ്കാളിയായിരിക്കും. I am saying in the worldly concept, their first priority should be for their spouse. ജീവിത പങ്കാളിയോടായിരിക്കണം ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരിക്കേണ്ടത്. They should love their spouse more. ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിനോടായിരിക്കണം ആ നിലയിലുള്ള കടപ്പാടും സ്നേഹവും ഉണ്ടായിരിക്കണം. Wife should love her husband. അതിന് പകരം ആ 100% ഭർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ കുറച്ചു കഴിയുമ്പോൾ മാറ്റം വന്നാലും, if after some time there is a reduction in love towards husband, അയൽവാസിയായ ഒരാളോട് ഒരു 50% സ്നേഹവും അദ്ദേഹത്തിനൂടെ ഡിവൈഡ് ചെയ്ത് കൊടുത്താലും wife started sharing 50% of love with another person, നിർബലത പോകും, lose the purity. കർത്താവായ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കർത്താവായ യേശുക്രിസ്തു ഇത് വളരെ ഭംഗിയായിട്ട് തന്റെ ജീവിതത്തിൽ ഒരു രംഗത്ത് പറയുന്നുണ്ട്. Jesus tells this somewhere in his lifetime. ഈ യോഹന്നാന്റെ സുവിശേഷം നമുക്ക് പെട്ടെന്ന് പലരും ഓർത്തിട്ടുണ്ടാവും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട്. In John chapter 4, Jesus speaking to the woman in Samaria. അതിന്റെ 4-ാം അധ്യായത്തില് അവിടെ നമ്മൾ ആ ശമരിയക്കാരി സ്ത്രീയെ കണ്ടുമുട്ടിയ ആ രംഗം നമ്മൾ വായിക്കുന്നു. We read that Jesus meet the Samaritan woman. അവിടെ കർത്താവ് അവളോട് കുടിപ്പാൻ വെള്ളം ചോദിക്കുന്നു. Jesus asked her for some water to drink. അപ്പൊ അവള് പറയുന്നു, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് വെള്ളം ചോദിച്ചത് എങ്ങനെയാണ്? She's asking, you are a Jew and how can you ask water to me? അപ്പൊ കർത്താവ് ജീവനുള്ള വെള്ളത്തെ കുറിച്ച് പറയുന്നു. Then Jesus talks about the living water. അത് കുടിക്കുന്നവന് ഒരു കാളും ദാഹിക്കുകയില്ല, അത് നിത്യജീവനിലേക്ക് പൊങ്ങിവരുമെന്ന നീരുറവായി തീരും എന്നൊക്കെ അതിന്റെ 14-ാം വാക്യത്തില് പറയുന്നു. In verse 14 it says, everyone who drinks this water will not thirst again, it will spring up like a well of water to eternal life. അവൾക്ക് അപ്പോഴും ഈ കർത്താവ് പറയുന്ന ആത്മീകമായ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നു. Still she didn't understand what is the spiritual thing Jesus is talking here. അവള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് കുടിച്ചാൽ പിന്നെ ദാഹിക്കുകയല്ലെങ്കിൽ
ആ വെള്ളം എനിക്ക് കുറച്ച് തന്നാൽ ഞാൻ പിന്നെ നട്ടുച്ചയ്ക്കൊക്കെ വെള്ളം കോരാൻ ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് അവള് കർത്താവിനോട് പറയും. So she is telling to Jesus that if this, after drinking this water, you won't be thirsty, then give me some so that I don't need to come again here. അപ്പോ അവളോട് അവളുടെ യഥാർത്ഥ സ്ഥിതി ബോധ്യമാക്കാൻ വേണ്ടി അതിന്റെ 4:16 കർത്താവ് പറയുന്നു, പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയും. So in verse 16, Jesus tells, go and call your husband and come. അപ്പോ അവള് അതിന് പെട്ടെന്ന് മറുപടി പറയുന്നു, എനിക്ക് ഭർത്താവില്ല എന്ന് പറയും. So she says, I don't have an husband. ഉടനെ അതിന്റെ 18 വാക്യത്തിലാണ് കർത്താവ് അവളുടെ യഥാർത്ഥ അവസ്ഥ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നു. So in verse 18, Jesus reveals her real condition. അതെന്താണ്? What is that? അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. She had 5 husbands. ഇപ്പോഴ് വേറൊരാളുമായിട്ടാണ് അവള് ജീവിക്കുന്നത്. Now she is living with somebody else. 6ാമത്തെയാണ്. 6th person. പക്ഷെ 6ാമത്തെ ആളെ യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവായിട്ടും 6th person is not even her husband. നോക്കുക, ഇതിലൂടെ കർത്താവ് എന്താ അവളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്? What is Jesus trying to bring to her attention? അവള് കൊടുക്കേണ്ട ആ സുപ്രീം ലവ് അത് ഡിവൈഡ് ചെയ്തു. The supreme love he have to give, which is being divided. ആ കാര്യത്തിലേക്ക് കർത്താവ് അവളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. Jesus is pointing to that particular fact. അവളെ ഒരു ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിട്ട് നമ്മൾ അതിനെ കാണാം. Yeah, Jesus is trying to bring her to that reality of the truth. എന്നാൽ അതേസമയം തന്നെ അവൾ ആയിരുന്ന ശമരിയ എന്ന് പറഞ്ഞ ആ നാടിന്റെ ഒരു പ്രത്യേകതയിലേക്ക് കർത്താവ് വിരൽ ചൂണ്ടുകയായിരുന്നു. Jesus is also pointing his fingers to the particularity in that place called Samaria. ഈ ഇസ്രായേൽ നാട് നിങ്ങൾ ബൈബിളിന്റെ ഒക്കെ ഒടുവില് അതിന്റെ ഒരു ഭൂപടം കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you seen the map of Israel in the back of the Bible? അവിടെ ഇസ്രായേൽ നാടിനെ 3ആയിട്ട് വിഭജിച്ചാണ് കിടക്കുന്നത്. Israel is divided into 3 parts. ഏറ്റവും താഴത്തെ തെക്കൻ ഭാഗം എന്ന് പറയുന്നത്, സദേൺ പാർട്ട് എന്ന് പറയുന്നത് യഹൂദ്യ. The southern part is Judah. ആ യഹൂദ്യ പ്രോവിൻസിലാണ് യെരുശലേമും ഒക്കെ ഉള്ളത്. That's where the Jerusalem is. അതിന്റെ തൊട്ടു മുകളിലായിട്ട് വടക്കു ഭാഗത്തായിട്ട് ആണ് ശമരിയ എന്ന് പറയുന്ന നടുഭാഗമുള്ളത്. Above that comes the Samaria part. അതിനും വടക്കു ഭാഗത്തായിട്ട് മുകളിലായിട്ട് ഗലീലി എന്ന പ്രദേശം, യേശു ജനിച്ച നസറേത്ത് ഒക്കെ എവിടെയാണ്. The northern part is the Galilee where Jesus was born. നോക്കുക, കനാൻ നാട് 3ആയിട്ട് വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. The land of Canaan is divided into 3. ഏറ്റവും മുകളിൽ ഗലീലി, First top part is Galilee. നടുക്ക് ശമരിയ, Second part is Samaria. ഏറ്റവും താഴത്തെ പ്രോവിൻസ് യഹൂദ്യ. The last province is Judea. ഇവള് ശമരിയക്കാരിയാണ്. She is a Samaritan. ആ ശമരിയയിലുള്ള ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച ഒരു കാര്യം കൂടാണ് കർത്താവ് ഇവിടെ പറയുന്നത്. Jesus is telling something which happened in Samaria also. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ കർത്താവ് 4:18 അവളോട് പറഞ്ഞ അതേ കാര്യം തന്നെ ആ നാട്ടുകാർക്ക് സംഭവിച്ചു. The same thing which Jesus mentioned in verse 18 happened to the people in that Samaria also. അവർക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ 6ാമതൊരാളുണ്ട്. പക്ഷെ 6ാമതുള്ളവൻ എന്തല്ല, ഭർത്താവല്ല എന്ന് പറയുന്നു. They had 5 husbands. Now they are living with one person who is not even their husband. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറഞ്ഞ കാര്യം വിശദമാക്കുന്നത് പഴയ നിയമത്തിലെ ഒരു ചരിത്ര ഭാഗമാണ്. This has been explained in Old Testament. 2 രാജാക്കന്മാർ 17ാമത്തെ അധ്യായത്തില് നമ്മൾ ഈ കാര്യം കാണും. 2 Kings chapter 17 we see this. 17ാം അധ്യായത്തില് നമ്മൾ കാണുന്നത് ഈ ശമര്യയില് വെളിയിൽ നിന്നുള്ള പല ആളുകളെ വന്ന് താമസിക്കാൻ ആരംഭിച്ചു. Many people from outside of Israel started coming and living in Samaria. അവിടെ വന്ന് താമസിച്ച ആളുകള് അവരുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ ദേവന്മാരെ കൂടെ കൂട്ടി. So the people who came from outside brought their God also. അവര് കൊണ്ടുവന്ന് അവരുടെ ദേവന്മാരെ പൂജിച്ചു, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരോട് കമ്മിറ്റഡ് ആയിട്ടും അവർ നിൽക്കുകയാണ്. They started worshipping the God which they brought from outside. കർത്താവ് പറഞ്ഞല്ലോ 5 ഭർത്താക്കന്മാര് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 5 ഭർത്താക്കന്മാർ എവിടെയാണ്? Jesus said, "You have 5 husbands. Where are the 5?"
ശമര്യയിലുള്ള 5 ദൈവങ്ങളുടെ ലിസ്റ്റ് നമ്മൾ 2 രാജാക്കന്മാർ 17:24 വായിക്കുന്നു. There are 5 gods which they brought from outside to Samaria. That's written in 2 Kings chapter 17 verse 24. അവിടെ അശ്ശൂർ രാജാവ് കൊണ്ടുവന്ന എവിടെ നിന്നൊക്കെയുള്ള ആളുകളെ പാർപ്പിച്ചു. The king of Assyria brought people from different lands. ബാബേൽ, ഉത്ത, ഔവ, ഹമാത്ത്, സെഫർ, അർവീൽ എന്നിങ്ങനെ 5 സ്ഥലങ്ങളിൽ ഉള്ള ആളുകളെയാണ് അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. So 2 Kings chapter 17 verse 24. The king of Assyria brought men from Babylon, Utha and Ava, and from Hamath and Sepharvaim, and settled them in the city of Samaria, the places of sons of Israel. അവര് സേവിച്ച അവരുടെ ദൈവങ്ങളെയാണ് അവർക്ക് അടുപ്പമുണ്ടായിരുന്ന ഭർത്താക്കന്മാർ എന്ന് ഇവിടെ പറയുന്നു. So the gods whom they serve, that is what is mentioned, that like their husbands. അപ്പൊ ശമര്യയില് ആ പ്രദേശത്ത് ഇപ്പോ ആ ശമര്യക്കാർക്ക് എത്ര ദൈവങ്ങളുണ്ട്? So now in Samaria, how many gods are there? ഇപ്പൊ നമ്മൾ 24 വായിച്ചതുപോലെ 5 കൂട്ടരുടെ 5 ദൈവങ്ങളുണ്ട്. As we read in verse 24, there are 5 type of people and they have 5 gods. അവരുടെ ദൈവങ്ങളെയാണ് ഭർത്താക്കന്മാർ എന്ന് ഈ നിലയില് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. The 5 gods of them are being mentioned as 5 husbands for somebody. ശരി, അങ്ങനെ ഇവര് ജീവിക്കുമ്പോൾ ഈ 6ാമത്തെ ഭർത്താവാണ്. Who is the 6th husband? നിങ്ങള് അതിന്റെ ഈ 25 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇവര് വന്ന് ഇങ്ങനെ താമസിച്ച് അവിടെയുള്ള യഹൂദന്മാരും ഈ 5 പേരെയൊക്കെ ഇങ്ങനെ ആരാധിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകും. We see that the Jews also who are living in that place started worshipping these 5 gods. ഇവര് അങ്ങനെ പോകുമ്പോ ആ ദേശത്ത് സിംഹം ഇറങ്ങി ആളുകളെ നശിപ്പിക്കാൻ തുടങ്ങി. When they were living like this, the lion came out and started killing people. Verse 25. അപ്പൊ അവിടുത്തെ രാജാവ് ഈ കാര്യം മനസ്സിലാക്കിയപ്പം പറഞ്ഞു, നിങ്ങൾ ഈ ശമര്യയിൽ ചെന്നപ്പോ അവിടുത്തെ ദൈവത്തെ കൂടെ നിങ്ങൾ ആരാധിച്ചു തുടങ്ങിയോ, ഈ സിംഹത്തിന്റെ ശല്യമില്ല. So the king of Assyria told the people, you worship the God who is there before you came, the God, and then the lions will not come. അവിടുത്തെ ദൈവം ആരായിരുന്നു? Who was the God there? അത് യഹോവയായിരുന്നു. That is Jehovah. കാര്യം ഇത് കനാൻ നാടിന്റെ ഭാഗമായിരുന്നു. This is part of Canaan. ഇസ്രായേൽ മക്കളുടെ 3 പ്രോവിൻസിൽ ഒന്നായിരുന്നു. This was one of the province of Israelites. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവര് ഈ മറ്റ് ജാതികളുടെ 5 ദേവന്മാരെ ആരാധിക്കാൻ തുടങ്ങി. They started worshipping the 5 gods of these Gentiles. ഉടനെ രാജാവ് പറഞ്ഞു, അതുകൊണ്ടാണ് സിംഹത്തിന്റെ ഉപദ്രവം ഉണ്ടായത്. So the king told, that is why the lions started coming and killing people. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ആ നാട്ടിലെ അവര് ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ കൂടെ നിങ്ങൾ അങ്ങ് ആരാധിച്ചു എന്ന് പറഞ്ഞു. To avoid that, you start worshipping the God who the people of the land were worshipping earlier. നിങ്ങൾ ആ അധ്യായം വിശദമായിട്ട് വീട്ടിൽ പോയി വായിച്ചാൽ അത് വ്യക്തമാണ്. You can read that chapter once you go home. അങ്ങനെ ഈ ശമര്യയിലുള്ളവർ 6ാമനായിട്ട് യഹോവയെ കൂടെ ആരാധിക്കാൻ തുടങ്ങി. So the people in Samaria started worshipping Jehovah also as a 6th one. എന്നാൽ നമ്മൾ അവിടെ വായിക്കുന്നത്, ഇവര് ദൈവത്തെ ആരാധിച്ചെങ്കിലും ദൈവത്തിനായിട്ട് സമ്പൂർണമായിട്ട് ജീവിച്ചില്ല. When though they worshipped Jehovah, they didn't live for him. അതിന്റെ 33ാമത്തെ വാക്യം കണ്ടോ? അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ട് പുറപ്പെട്ടു പോകുന്ന ജാതികളുടെ മര്യാദ പ്രകാരം അവരുടെ ജാതികളുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോകുന്നു. In verse 33 it says, they feared the Lord and served their own gods. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ശമര്യയിൽ ചെല്ലുമ്പോൾ, ഈ ശമര്യക്കാരിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതാണ് ആ ദേശത്തെ അവസ്ഥ. So when Jesus comes and speaks with the Samaritan woman, this is the condition of the land. അവര് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പൊ 6ാമത് യഹോവയെ കൂടെ സേവിക്കുന്നു. They had 5 husbands earlier, now they started serving Jehovah also. പക്ഷേ 6ാമൻ എന്തായിട്ടില്ല? ഭർത്താവായിട്ടില്ല എന്നാണ് കർത്താവ് പറയുന്നത്. Jesus saying the 6th one has not become her husband. യഹോവ ശരിക്കും ആ ജാതിയുടെ ഭർത്താവാകണമെന്നുണ്ടെങ്കിൽ അവര് മറ്റ് ബന്ധങ്ങളെല്ലാം വിട്ട് ഒരു ടോട്ടൽ കംപ്ലീറ്റ്
ഒരു കമ്മിറ്റ്മെന്റ് കർത്താവുമായിട്ട് വേണം. If they want Jehovah to be their God, then they have to leave all other gods and then have commitment to Jesus, to Jehovah. അത് സംഭവിക്കാത്തിടത്തോളം ഈ ആറാമൻ ഇതുവരെ ഈ ദേശത്തിന് ഭർത്താവായിട്ടില്ല എന്നാണ് കർത്താവ് പറയുന്നത്. As long as that is not happening, Jehovah won't become their God. നമുക്ക് നമ്മൾ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്ക് നിർമ്മലത എന്ന കാര്യമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. We are discussing about the purity. അപ്പോ ഭാര്യാഭർത്തൃ ബന്ധത്തില് ഒരു ഭർത്താവിനെ ഭാര്യ കൊടുക്കേണ്ട ആ 100% സ്നേഹം കൊടുക്കാതെ അത് 5 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തു പോയാൽ അവള് സത്യത്തില് അവന്റെ ഭർത്താവായിട്ടില്ല എന്നാണ് കർത്താവിന്റെ നിയമത്തിലെ പറയുന്നത്. If a husband-wife relationship, if the wife love is divided among 5 people, then he is not a husband. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആ നിലയിലുള്ള നിർമ്മലത വിട്ടുപോകുന്നത്. This is what it means by leaving the purity. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് കൊടുക്കേണ്ട ആ ഒന്നാം സ്ഥാനം, the first place what we have to give for Christ, അതിന്റെ സ്ഥാനത്ത് വേറെ ചിലരെ കൂടെ ഒക്കെ കൊണ്ടുവന്നാൽ കർത്താവ് പിന്നെ എന്തായിരിക്കുകയില്ല, നമ്മുടെ ഭർത്താവായിട്ടിരിക്കുകയില്ല. If we bring some other people also, then the Christ won't become our husband. ഇതൊരു ദൈവിക നിയമമാണ്. This is a principle of God. അങ്ങനെ ഈ 5 പേരുടെ കൂടെ ആറാമനായിട്ട് കർത്താവിനെ കൂടെ കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചാലോ, if we try to keep 5 people and then with that we'll add Jehovah also, അത് മാലിന്യമായിട്ട്, നിർമ്മലത ഇല്ലായ്മയായിട്ട് ദൈവം കണക്കാക്കും. then God consider that as impurity. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ആ നിർമ്മലത പോയാൽ നമ്മൾ എന്തായിപ്പോയി, വഷളായിപ്പോയി എന്നാണ് നമ്മളെ 2 Corinthians 11:2-3 വാക്യങ്ങളിലെ വായിച്ചത്. If we leave this purity in our life, we'll become deceived. നമുക്ക് നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. Let's come back to the verse which we were reading. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായിട്ട് നിങ്ങളെ വിവാഹനിശ്ചയം ചെയ്തെങ്കിലും നിങ്ങൾ അവനോടുള്ള ആ 100% കമ്മിറ്റ്മെന്റ് മാറ്റിവെച്ചാൽ നിങ്ങളുടെ മനസ്സെന്തായി പോയി, നിർമ്മലത വിട്ടു. So here it says, you have been withdrawn to one husband, and if you leave that purity in devotion to Christ, then he cannot be your husband. അതാണ് ആ നിർമ്മലത വിടുക, മനസ്സ് നിർമ്മലത വിട്ടുപോകുക എന്ന് പറഞ്ഞ ആ കാര്യം. That is what it means by let us stray from the purity of devotion to Christ. രണ്ടാമതൊരു കാര്യം കൂടെ അവിടെ പറയുന്നു. There is one more thing which is mentioned here. ഏകാഗ്രത, the simplicity. സിംപ്ലിസിറ്റി എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ സിൻസിയറിറ്റി എന്നും ചില ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ കാണുന്നു. In some translation it says that sincerity of devotion to Christ. Sincere and pure devotion. So sincere and pure devotion. അല്ലെങ്കിൽ സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ. Simple and pure devotion. ഈ സിൻസിയറിറ്റി അല്ലെങ്കിൽ സിംപ്ലിസിറ്റി കർത്താവിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ ഉണ്ടായിരിക്കും. We should have that simplicity of devotion to Christ. ഇതിന് പകരം ആ ഒരു ലാളിത്യം, ഒരു സിംപ്ലിസിറ്റി, അതിന്റെ ഒരു സിൻസിയറിറ്റി നമുക്ക് കാലം കഴിയുമ്പോൾ നഷ്ടമായി പോകാനുള്ള സാധ്യത. As time goes on, we can lose the simplicity or sincerity of devotion to Christ. അങ്ങനെ സംഭവിച്ചാലും ദൈവം എന്ത് പറയും? If that happens also, what does God say? ദൈവം പറയും, നിങ്ങളുടെ മനസ്സ് വഷളായിപ്പോയി. God says your mind has been led astray. പ്രിയപ്പെട്ടവരെ, നമുക്കതുണ്ടാകരുത്. It should not happen to us. നമ്മൾ ആട്ടെ ഈ സിംപ്ലിസിറ്റി എന്ന് പറയുന്നതിനെ നമുക്ക് അടുത്ത് നിന്ന് വീണ്ടും നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം. Let's examine what is the simplicity means. നമ്മൾ കർത്താവുമായിട്ടുള്ള നമ്മുടെ സ്നേഹത്തിൽ, ആ ബന്ധത്തിൽ ഒരു ലാളിത്യം, there is a simplicity in our relationship with God. അവിടെ ഒരു ആത്മാർത്ഥതയുണ്ട്. There is ഒരു സിൻസിയറിറ്റി. there is a sincerity in that. കർത്താവുമായിട്ട് ആ നിലയിലുള്ള ഒരു ലളിതമായ ബന്ധത്തിന് ഇടയിൽ മറ്റു പല കാര്യങ്ങൾ ക്രമേണ കടന്നു വരാം. As time goes on, there can be something else which can come between ourselves and God. കണ്ടോ, പിന്നെയും ദൈവവചനം ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ലാളിത്യത്തിലേക്കും ഒക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്. Here also we see God's word is pointing fingers to the relationship between husband and wife. ഉത്തമഗീതം എന്ന് പറയുന്ന പഴയ നിയമ പുസ്തകത്തിലെ ഒരു വാക്യം നോക്കാം. Let's read a verse from Song of Solomon.
അഞ്ചാമത്തെ അധ്യായം ഉത്തമഗീതം Song of Solomon, verse chapter 5, അതിന്റെ രണ്ടാമത്തെ വാക്യം. verse 2. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. I was asleep, but my heart was awake. വാതുക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. A voice, my beloved, was knocking. എന്റെ സഹോദരി, എന്റെ പ്രിയെ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കയെ തുറക്കുക. Open to me, my sister, my darling, my dove, and my perfect one. എന്റെ ശിരസ് മഞ്ഞുകൊണ്ട് കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ട് നനഞ്ഞിരിക്കുന്നു. My head is drenched with dew, and my locks with damp of night. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. I am not reading it in detail, you will be knowing all this. ഉത്തമഗീതം 5:2 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ. Song of Solomon, chapter 5, 2 onwards. അവിടെ എന്താ സംഭവം? What is happening here? ഞാൻ അത് ചുരുക്കമായിട്ട് ഇങ്ങനെ പറയാം. Let me summarize like this. ഇവിടെ ഒരു പ്രിയനും അവന്റെ കാന്തയും തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ചാണ് ഈ ഉത്തമഗീതത്തിൽ പറയുന്നത്. Here it says about relationship between a bridegroom and his bride. ശലോമോനാണ് ഈ പുസ്തകം എഴുതിയത്, നമുക്കറിയാം. Solomon wrote this book. ശൂനേക്കാരി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുമായിട്ട് ശലോമോൻ ഉണ്ടായിരുന്ന ഒരു ബന്ധത്തെ കുറിച്ചൊക്കെയാണ് ഇത് കവിതാത്മകമായിട്ട് പറയുന്നത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയാം. He's writing to one of his lovers, Shulamite. ഈ ശൂനേക്കാരി എന്ത് ചെയ്യുന്നു? തന്റെ കാന്തനായ ഈ ശലോമോനെ അല്ലെങ്കിൽ ആ കാന്തനെ അവള് വളരെയേറെ സ്നേഹിക്കുന്നു. So the bride is loving her bridegroom. ഈ കാന്തനും ഇവളെ വളരെ സ്നേഹിക്കും. The bridegroom also loves the bride. ഇവര് തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിൽ ഒരു ലാളിത്യമുണ്ട്. There is a simplicity in their love. അവർക്ക് അങ്ങനെ അറിയാം. They know each other. ഒരു ദിവസം കണ്ടോ ആ ഭാഗം കാണുന്നത്, ഒരു ദിവസം ഇവള് രാത്രിയില് അവളുടെ മുറിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. We see here that one day she is sleeping at her home. ഈ കാന്തൻ വന്ന് വാതുക്കല് മുട്ടുക. The bridegroom comes and knocks at the door. അവൻ പറയുന്നു, ഞാൻ പുറത്ത് മഞ്ഞുമൊക്കെ ഉണ്ട്, എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകള് രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും ഒക്കെ നനഞ്ഞിരിക്കുന്നു എന്ന് അവൻ പറയുന്നു. He says, my head is drenched with the dew. എന്നിട്ട് അവളോട് പറയുന്നു, നീ വാതില് തുറക്ക്. He is asking her to open the door. പക്ഷെ അവള് ചില തടസ്സങ്ങൾ അതിന് പറയും. She is telling some reasons for not opening the door. അവള് പറയുക, ഞാന് ഇപ്പോ തുറക്കാൻ ഇച്ചിരി പ്രയാസമാണ്, ഞാൻ എന്റെ അങ്കി ഊരിയിരിക്കുകയാണ്, അത് വീണ്ടും ധരിക്കണം എന്നൊക്കെ ചില തടസ്സങ്ങൾ പറയും. She's giving some reason. Verse 3 says, I've taken off my dress and how can I put it again? അങ്ങനെയൊക്കെ കുറെ തടസ്സങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ പിന്നെയും കാന്തൻ പുറത്ത് മഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവള് വാതില് തുറന്നു. She is telling them many other reasons also, but even though she saw that bridegroom is standing outside, she finally opens the door. കുറെ കഴിഞ്ഞ് അവള് വാതില് തുറന്നപ്പോഴേക്കും ഈ കാന്തൻ പോയി കളഞ്ഞു. By the time she opened the door, the bridegroom has already left. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളും കർത്താവും തമ്മിലുള്ള ബന്ധമായിട്ട് തന്നെ ചിന്തിക്കുക. We can think it like our relationship with Jesus. കർത്താവും നമ്മളും തമ്മിലുള്ള ബന്ധം ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെ തന്നെയാണ്. Our relationship with Jesus is like a husband-wife relationship. ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെ ബൈബിളില് 3 തരത്തില് നമുക്ക് കാണാൻ കഴിയും. We can see the relationship between husband and wife in three ways. ഒന്നെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ, ദൈവവും യഹോവയും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള ബന്ധം, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം പോലെ പറഞ്ഞിട്ടുണ്ട്. In the Old Testament, it says the relationship between Jehovah and the Israelites as a husband-wife relationship. രണ്ടാമത് പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവും തന്റെ സഭയും മണവാളനും മണവാട്ടി എന്നുള്ള നിലയിൽ. In the New Testament, it says husband and wife as Jesus and his church. ഇവിടെ മൂന്നാമത് നമ്മൾ കാണുന്നത്, നമുക്ക് എങ്ങനെ ചിന്തിക്കാം, പല ഭാഗങ്ങളിൽ നമ്മൾ 2 കൊരിന്ത്യർ 11:2-3 വാക്യത്തിൽ വായിച്ചതുപോലെ ഈ സഭയെ കാന്തയായിട്ടല്ലാതെ നമ്മളെ തന്നെ വ്യക്തിപരമായി ഇൻഡിവിജ്വലിനെ, വ്യക്തിയെ തന്നെ കർത്താവിന്റെ കാന്തയായിട്ട് കാണാനായിട്ട് കഴിയും. അങ്ങനെ ചില ഭാഗങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. We can see that in third way that God is seeing individually each one of us as a bride of Christ. അപ്പോ നോക്കുക, നമ്മളെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച നമ്മളെല്ലാം വ്യക്തിപരമായി കർത്താവുമായിട്ട് ആ നിലയിലെ കർത്താവ് കാന്തനും നമ്മൾ കാന്തയും എന്നുള്ള ഒരു സ്നേഹബന്ധത്തിലാണ് ആയിരിക്കുന്നത്. All of us who have accepted Jesus as our Lord is
Feel like husband and wife relationship with Jesus. ഈ സ്നേഹബന്ധത്തിൽ നമുക്ക് എവിടെയെങ്കിലും ആ ലാളിത്യത്തിൽ, ആ ആത്മാർത്ഥതയിൽ കുറവ് വന്നാൽ എന്താ, അവനോടുള്ള ഏകാഗ്രത വഷളായി പോകും. If we lose that simplicity in relationship with Jesus, then we lose that we are led astray by the Satan's deceivings. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ആ നിലയിലുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? Is there anything like that? കർത്താവിനെ പുറത്ത് നിർത്തുന്ന അനുഭവങ്ങൾ. Is there any time where we kept God outside of our life? നമ്മുടെ ഹൃദയത്തിന് പല മുറികളുണ്ട്. അതിൽ ചില മുറികൾക്ക് പുറത്താണോ കർത്താവ്? Is Jesus outside of some of our rooms in our heart? കർത്താവ് ആ മുറിയുടെ വാതിൽക്ക് മുട്ടിക്കൊണ്ടിരിക്കുക, നീ തുറക്ക് എന്ന് പറയും. Jesus is knocking at that door, asking us to open the door. നമ്മൾ കുറെ കഴിഞ്ഞ് തുറന്നപ്പോഴത്തേക്ക് കർത്താവ് കാണുന്നില്ല. By the time we open the door, Jesus is not there. നോക്കുക, ഈ വലിയവനായ ദൈവം, ഈ സ്വർഗീയ പിതാവ്, ഈ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച കർത്താവ്, അവിടുന്ന് നമ്മളുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ മുറികളിലും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. God who created all this heaven and earth, we want to have a relationship with each one of us. We want to enter into all our rooms in our heart. അത് തന്നെ എത്ര വലിയ കാര്യമാണ്. That's a great thing. കർത്താവല്ലേ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ ത്യാഗം ചെയ്യുന്നു. Jesus is the one who sacrificed most in our relationship. ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ലാളിത്യത്തോടെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വീകരിക്കാൻ നമുക്ക് മനസ്സില്ലാതെ വന്നാൽ ആ നിലയിലുള്ള ഏകാഗ്രത നഷ്ടമായി പോകും. If we don't take in Jesus, like in the sincerity, then we lose that sincere devotion to Christ. ഞാനിതിങ്ങനെ ഒത്തിരി നേരം കൊണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. I don't know whether you guys are understanding what I'm saying. ഞാനൊരു കഥ പറയാം. Let me tell one story. നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് സത്യത്തിൽ ഞാൻ നോക്കുന്നു. I don't remember if I told this earlier. ഒരു ദൈവഭക്തൻ കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ചാണ് ഈ കഥ. It's about a dream which a God's man saw. അത് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലെ ഏകാഗ്രത, നിർമ്മലത, ഇതിനെക്കുറിച്ച് നമുക്കൊരു സൂചന തരും. It shows about the sincerity and purity of our devotion to Christ. വില്യം ബൂത്ത് എന്ന് പറയുന്ന ദൈവദാസൻ രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. William Booth, he saw a dream. ആ സ്വപ്നത്തില് അദ്ദേഹം കണ്ടത് താൻ മരിച്ചുപോയി എന്നാണ് കണ്ടത്. He saw that he has died. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്? If you want to see such a dream, നമ്മൾ ആരും അങ്ങനെയുള്ള സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നില്ല. you don't want to see such a dream. പക്ഷെ ഇദ്ദേഹം ഒരു രാത്രിയിൽ അങ്ങനെ ഒരു സ്വപ്നം, but he saw a dream like that he died. സ്വപ്നത്തിൽ അദ്ദേഹം മരിച്ചുപോയതായിട്ട് സ്വപ്നം കാണും. He saw that he died in his dream. ആ സ്വപ്നം തുടർന്ന് അദ്ദേഹം സ്വർഗത്തിൽ ചെന്നു. Then he went to heaven. സ്വർഗമാണെന്ന് മനസ്സിലായപ്പോ വില്യം ബൂത്തിന് വലിയ സന്തോഷം. He was so happy that he reached heaven. മരിച്ചിട്ട് ഞാൻ സ്വർഗത്തിലാണല്ലോ പോയത്, നരകത്തിൽ പോയില്ലല്ലോ. I didn't go to hell, I went to heaven. So അപ്പൊ ഞാൻ കൊള്ളാവുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. So I am a good Christian. അവിടെ ചെന്ന് വാതിൽക്ക മുട്ടിയപ്പോ അവിടെ ദൂതന്മാര് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. So he went and knocked the door and the angels opened the door for him. സ്വർഗത്തിന് വാതിലുണ്ടോ മുട്ടാനൊക്കുമോ എന്നൊന്നും ദയവായിട്ട് ചോദിക്കരുത്, ഇത് കഥയാണ്. Don't ask me whether there is a door in heaven to knock and all. I don't know, it's a story. ഏതായാലും വില്യം ബൂത്ത് സ്വർഗത്തിലെ കടന്നു. So William Booth got into heaven. അവിടെ ചെന്ന് കുറച്ചു നേരം നിന്നപ്പോഴ അദ്ദേഹത്തിന് ഒരു പതുക്കെ ഒരു അസ്വസ്ഥത. After going there, he started feeling a restlessness in his life. കുറെ നേരം ആ സ്വർഗത്തിൽ അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ സ്വർഗം വളരെ സന്തോഷത്തിന്റെ സ്ഥലമാണ്. Heaven is a place of rejoicing. പക്ഷേ ആ സ്വർഗം കേന്ദ്രീകൃതമായിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. കർത്താവ് കുഞ്ഞാട് കർത്താവ് അവിടെ അതിന്റെ കേന്ദ്രത്തിൽ, സ്വർഗത്തിന്റെ കേന്ദ്രത്തിലുണ്ട്. The center of heaven, there is the Lamb of God, there is Jesus Christ. അവിടെ ആ കർത്താവ് ആയിരിക്കുന്ന ആ കേന്ദ്ര സ്ഥലത്ത് കുറച്ചുപേര് കർത്താവിനോട് അടുത്ത്, ഏറ്റവും അടുത്ത്. The people in that heaven, some people are closer to Jesus. പിന്നെയും വില്യം ബൂത്ത് ശ്രദ്ധിച്ചപ്പോ കുറച്ചുപേര് അവിടുന്ന് ആ കർത്താവ് നിൽക്കുന്ന ഇന്നർ സർക്കിളിന് പുറത്ത്, അവര് അതിന്റെ പുറത്തുള്ള സർക്കിളിൽ. Some people are standing outside that inner circle around Jesus. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോ വേറെ ചിലര് അതിനും പുറത്താണ് നിൽക്കുന്നത്. There are some people standing beyond that also. വില്യം ബൂത്ത് തന്നെ ശ്രദ്ധിച്ചപ്പോ സ്വർഗത്തിനുള്ളിൽ കടന്നെങ്കിലും അതിന്റെ ഏറ്റവും ഔട്ടർ ലെയറിലാണ്. Even though William Booth went into heaven, he was seeing himself standing in the outer layer of the heaven.
അതിന്റെ കേന്ദ്രത്തിൽ കർത്താവ് ഉള്ളിടത്ത് വലിയ സന്തോഷവും വലിയ ആ നിലയിലുള്ള ഉല്ലാസവുമാണ്. The center where Jesus is there is great rejoicing. അവിടെ കർത്താവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. Who is standing closer to Jesus having more, is able to rejoice more. ആ കർത്താവിൽ നിന്ന് അകന്നകന്നു പോകുന്തോറും ആ സന്തോഷവും സ്വസ്ഥതയും കുറഞ്ഞു കുറഞ്ഞു വരും. As we stand further from Jesus, the joy and the peace we have is getting reduced. അപ്പോ അങ്ങനെ കുറച്ചു നേരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോ വില്യം ബൂത്തിന് മനസ്സിലായി, ഞാൻ സ്വർഗത്തിലാണെങ്കിലും എനിക്ക് ഈ കർത്താവിനോട് അങ്ങോട്ട് അടുത്ത് ചെല്ലാൻ നിൽക്കും. So William Booth understood that even though he is in heaven, he cannot get closer to Jesus. ഞാൻ ഇതിന്റെ പുറത്ത് ഔട്ടർ ലെയറിൽ ഇങ്ങനെ നിൽക്കുന്നു. I am standing in the outer layer of heaven. സ്വർഗമാണ്, സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട്. It's a heaven and there is a rejoicing. പക്ഷേ ഈ കേന്ദ്രത്തിലുള്ള ആളുകൾക്കുള്ള ആ സന്തോഷവും കർത്താവിനോടുള്ള അടുപ്പവും എനിക്കില്ല എന്ന് താൻ കണ്ടെത്തി. But the people who are closer to Jesus has more joy. അത് തന്നെ തന്നെ പതുക്കെ അസ്വസ്ഥതപ്പെടുത്താൻ. That started disturbing him. താൻ പതുക്കെ ആ നിൽക്കുന്ന ലെയറിൽ നിന്ന് ഉള്ളിലോട്ട് കയറാൻ നോക്കി. He started to go closer to Jesus. പക്ഷെ എന്തുകൊണ്ടോ ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നില്ല. But he is not able to. താൻ ആകെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിഷമിച്ചു. He started getting disturbed. അപ്പൊ ഈ വില്യം ബൂത്തിന്റെ വിഷമൊക്കെ സ്വപ്നം തുടരുകയാണ്. സ്വപ്നമാണ്, കഥയാണ്. He is still dreaming. അപ്പോ ഈ വില്യം ബൂത്തിന്റെ ഈ വിഷമമൊക്കെ കണ്ടു ഒരു ദൂതൻ അതിലെ പോയ ദൂതൻ ചോദിച്ചു, എന്നാ പ്രശ്നം? So one angel was passing by. He asked William Booth what happened. അപ്പൊ വില്യം ബൂത്ത് പറഞ്ഞു, എനിക്കൊരു പ്രശ്നം. Told I have a problem. ഞാൻ മരിച്ച സ്വർഗത്തിൽ വന്നു എന്നുള്ളത് ശരിയാ. I died and reached heaven. പക്ഷെ കർത്താവിന്റെ അടുത്ത് കർത്താവ് ആ കേന്ദ്രത്തിലുള്ള കർത്താവിന്റെ അടുത്താണ് ഏറ്റവും സന്തോഷമുള്ളത്. There is a greater rejoicing near Jesus. എനിക്ക് ആ ഏറ്റവും സന്തോഷമുള്ള ലെയറിലേക്ക് കടക്കണം. പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ടും ഇപ്പൊ നിൽക്കുന്ന ലെയറിൽ നിന്ന് ഉള്ളിലോട്ട് കടക്കാൻ പറ്റുന്നില്ല. I am not able to get closer to Jesus. അന്നേരം ദൂതൻ ഇങ്ങനെ മറുപടി. Then the angel told like this. അതായത് അത് കർത്താവുമായിട്ടുള്ള അടുപ്പം നിങ്ങൾക്ക് ഭൂമി വെച്ച് എത്ര ഉണ്ടായിരുന്നു അതിനാനുപാതികമായിട്ട് മാത്രമാണ് സ്വർഗത്തിൽ നിങ്ങൾക്കായിരിക്കാൻ കഴിയും. So the angel told William Booth that how much closer you are with Jesus on earth, that much only closer you can stand in heaven also. ഈ കേന്ദ്രത്തിലുള്ള കർത്താവിനോട് ഏറ്റവും അടുത്തുള്ള ലെയറിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് ഭൂമി വെച്ചും തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നവരാണ്. People who are standing closer to Jesus gave their first place in their life when they were on earth. കർത്താവിനോടുള്ള ആ ബന്ധത്തിലെ നിർമ്മലതയില് ഏതെങ്കിലും മാലിന്യം വരാൻ അവർ അനുവദിച്ചില്ല. They didn't allow to have any impurity in their relationship with God. കർത്താവിനോടുള്ള അവരുടെ ബന്ധത്തിലെ ആത്മാർത്ഥതയിലെ ഏകാഗ്രതയില് ഏതെങ്കിലും കുറവ് വരാൻ അവര് ഇടയാക്കി. They didn't allow to have any reduction in the simplicity to God. അവിടെ വെച്ച് നിങ്ങൾ ഭൂമിയിൽ വെച്ച് കർത്താവുമായിട്ട് എത്രത്തോളം അടുപ്പം ഉണ്ടാക്കുന്നു അതിനാനുപാതികമായിട്ട് മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിലും കർത്താവിന്റെ അടുത്തേക്ക് ആക്സസ് കിട്ടുകയുള്ളൂ എന്ന് ദൂതം. How much closer you are with Jesus on the earth, that much only you can have in heaven also. ഇത് കേട്ട വില്യം ബൂത്ത് വിഷമിച്ചു. William Booth got sad. ഈ സ്വർഗം എന്ന് പറയുന്നത് നിത്യകാലമെന്നാണ് കേട്ടിട്ടുള്ളത്. The heaven is for eternity. അപ്പൊ നിത്യകാലം ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഇതിന്റെ പുറകിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. So for eternity I should be like this. ഇതീ ഭേദം സ്വർഗത്തിൽ വരാതെ അങ്ങ് നരകത്തിൽ പോകും. It was better to be at hell. വില്യം ബൂത്ത് സ്വപ്നത്തിൽ താൻ ചിന്തിക്കുകയാണ്. He is thinking in his dreams. താന് അതില് പറയുന്നത്, താൻ ആ സ്വപ്നത്തില് അയ്യോ ഞാൻ എന്നും ഇവിടെ അകന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് താന് വിഷമിച്ച് താന് കരഞ്ഞു. In the dream it says that he was thinking, I should stand outside all this eternity, and he was crying. ഈ കരച്ചില് വില്യം ബൂത്തിനെ തന്നെ ഉണർത്തി. Because of this crying he got up. ഈ സ്വപ്നത്തിൽ നിന്ന് അദ്ദേഹം ഉണർന്നു. He waked up from his dream. അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. He was very happy. എന്താ ഇത് കണ്ടത് സ്വപ്നമായിരുന്നു, യാഥാർത്ഥ്യമല്ല. What he saw is a dream, not a reality. താന് തന്നെ ഒക്കെ ഒന്ന് തൊട്ടു നോക്കി, താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. He understood that he is alive now. അതിന്റെ അർത്ഥം ഭൂമിയിൽ എനിക്ക് ഇനിയും ജീവിതം ഉണ്ടെന്ന്. He understood that he can live further in this earth. അപ്പൊ ഭൂമിയിലെ ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് കർത്താവുമായിട്ട് കുറച്ചുകൂടെ അടുത്ത ബന്ധം ഉണ്ടാക്കാൻ കഴിയും. I can make a closer relationship with God in this earth. അങ്ങനെ ഉണ്ടാക്കിയാൽ എനിക്ക് ഇനി യഥാർത്ഥത്തിൽ മരിക്കുമ്പോൾ കർത്താവിന്റെ ചേർന്ന് നിന്ന ആളുകൾക്കുള്ള സന്തോഷം എനിക്കും കൈയാളാനൊക്കും. So then I can have a close relationship with Jesus when I go to heaven and have a joy.
വില്യം ബൂത്ത് കണ്ട ഈ സ്വപ്നമാണ് അദ്ദേഹത്തെ പിന്നീട് ഹോൾ ഹാർട്ടഡായ ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റിയത് എന്നാണ് ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത്. So this dream which the William Booth saw made him a wholehearted Christian later. ആ സ്വപ്നം അദ്ദേഹത്തെ അടിമുടി മാറ്റി. That changed his life. അദ്ദേഹം തീരുമാനിച്ചു, ആ ദൂതൻ എന്നോട് പറഞ്ഞത്, ഭൂമിയിൽ വെച്ച് നിങ്ങൾ കർത്താവിനോട് എത്രയും അടുത്ത ബന്ധം ഉണ്ടാക്കുമോ അതിനാനുപാതികമായിരിക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോടുള്ള കർത്താവിനോടുള്ള. So how much closer relationship you have with the good Jesus on this earth, that will be equivalent to what you have in heaven. അങ്ങനെയാണ് അദ്ദേഹം വളരെ കർത്താവിനായിട്ട് സമ്പൂർണ്ണമായിട്ട് ജീവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയും പിന്നീട് സാൽവേഷൻ ആർമിയൊക്കെ ആയിരുന്നു. So he decided to live for Christ wholeheartedly and then he started the Salvation Army. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. I'm not going to this history of that. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? We look into all this, what does we understand? നമ്മൾ ഇന്ന് ഭൂമിയിൽ വെച്ച് കർത്താവുമായിട്ട് പുലർത്തുന്ന ആ നിർമ്മലതയും ഏകാഗ്രതയും നിത്യതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. So the simplicity and purity what we have in relationship with Jesus on this earth is very important when we compare with eternity. കാര്യം അത് ഭാര്യാഭർത്തൃ ബന്ധമാണ്. It is like a husband-wife relation. ഭർത്താവുമായിട്ട് ഈ ഭാര്യയ്ക്ക് ഇവിടെ വെച്ച് വലിയ ബന്ധമൊന്നുമില്ല. സ്വർഗത്തിൽ ചെന്നിട്ട് ആ കർത്താവായ ഭർത്താവുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നടക്കുകയില്ല. If you think that okay, wife don't have much relationship with the husband on this earth, if we go to heaven, then we'll have a relationship that won't work. അത് നമുക്ക് മനസ്സിലായാൽ നമ്മൾ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ നമ്മുടെ ഭർത്താവായ ഈ കർത്താവുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. If we understand that, then as a wife, we should have a closer relationship with our husband, that is Jesus Christ on this earth. ഇതാണ് നമ്മുടെ നിത്യതയെ നിർണയിക്കുന്ന കാര്യം. This is what determines our eternity. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കിയ വേറൊരാളാണ്. There is another person who has understood this. ദൈവത്തിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പിശാചിനും ഈ കാര്യം അറിയാം. I'm not referring to God, I am referring to Satan. അതുകൊണ്ട് നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ ചെന്നാൽ അതിന്റെ ഏറ്റവും സന്തോഷം കൈയാളാതിരിക്കാൻ നിങ്ങളെ എങ്ങനെയെങ്കിലും ആ ഏകാഗ്രതയും നിർമ്മലതയും ഇല്ലാതാക്കാൻ പിശാച് ശ്രമിക്കും. So Satan, he knows that if you have this pure and simple relationship with Jesus on earth, then he cannot, then you in the heaven also you will have the same relationship. So he tried to receive you and from the simple and pure devotion. അടുത്ത കാലത്ത് ക്രിസ്തീയ കോളത്തില് വന്നിട്ടുള്ള ചില പുതിയ ടീച്ചിങ്ങുകളും ചില പുതിയ പഠിപ്പിക്കലുകളും ഞാൻ ചിലപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. There are some new teachings which has come into Christianity. I used to think about that sometimes. ഇന്ന് ക്രിസ്തീയ ലോകത്ത് വളരെ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്ന രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. There are two teachings which is influencing people in Christianity nowadays. ഒന്ന് പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. One is a prosperity gospel, പ്രോസ്പെരിറ്റി പ്രീച്ചിങ്. prosperity preaching. രണ്ട് ഹൈപ്പർ ഗ്രേസിന്റെ ടീച്ചിങ്. Second one is hyper grace teaching. ഇത് രണ്ടും എന്താണ്? What is this all about? ഞാന് നമ്മൾ പറഞ്ഞു വന്നതുകൊണ്ട് ഇന്നത്തെ ക്രിസ്തീയ കോളത്തിൽ പോലും ഈ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് എന്തിനെ ആയിരിക്കും ലക്ഷ്യം വെക്കുക? So in Christianity also these things has come. What does it aim for? പിശാചാണ് ഇത് കൊണ്ടുവന്നതെങ്കിൽ അവൻ ഇതിലൂടെ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. So Satan has brought this into Christianity to reduce our simplicity and purity of devotion to Christ. പ്രോസ്പെരിറ്റി പ്രീച്ചിങ് കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കുറയ്ക്കുന്നത് എങ്ങനെ? How does prosperity preaching reduce the purity and simplicity of devotion to Christ? എന്താണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് നമുക്കറിയാമല്ലോ. We know what is prosperity gospel. അതായത് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ, ദൈവത്തിന്റെ മക്കൾ ആരും എന്ത് വേണ്ട, അവരെ ആരും അങ്ങനെ കഷ്ടപ്പെടുകയും ദുഃഖിക്കുകയും ഒന്നും വേണ്ട. ഇത് സുവിശേഷം എന്ന് പറയുന്ന കർത്താവിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് എന്താ? ഐശ്വര്യത്തിലേക്കും സമ്പന്നതയിലേക്കും ഉള്ള ചുവടുവയ്പ്പാണ്. Prosperity gospel says that you, all the children of God will have wealth and a lot of wealth and health. അപ്പോ എന്നാൽ നമ്മൾ ബൈബിളിൽ എന്താ വായിക്കുന്നത്? But what we read in Bible,
യഥാർത്ഥത്തിലുള്ള ദൈവപ്രത്യയ കർത്താവിനായാലും അപ്പോസ്തലന്മാരായാലും അവരെല്ലാം ആ നിലയിൽ സാമ്പത്തികമായിട്ട് വെൽത്ത് ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. We see about Jesus and the apostles, they didn't have a lot of wealth. എന്നാൽ ഇന്നത്തെ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പറയുന്നു, നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചാൽ നിന്റെ ആ നിലയിലുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ ഔന്നത്യത്തിലേക്ക് വരും. The prosperity preacher says that if you accept Jesus, then you will become more wealthy. അപ്പൊ സാമ്പത്തികമായ കാര്യത്തിൽ താല്പര്യമുള്ള ഒരാള് ഇതാ ഒരു എളുപ്പവഴിയാണ്. So those who are interested to make more money see a better option here. ക്രിസ്തീയതയിലേക്ക് വന്നാൽ മതി. So he'll come to Christianity. അങ്ങനെ ആണ് നമ്മൾ ക്രിസ്തീയതയിലേക്ക് മുന്നോട്ട് പോകുന്നതെങ്കിൽ സത്യത്തിൽ നമ്മൾ പിന്തുടരുന്നത് കർത്താവിനെയാണോ? So if you are in Christianity for money, then are we following Jesus or money? കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഏകാഗ്രതയുണ്ടോ, നിർമ്മലതയുണ്ടോ? Do we have that simple and pure devotion to Christ? നമ്മളും കർത്താവിനും ഇടയ്ക്ക് പണത്തോടുള്ള താല്പര്യം കടന്നു വരാൻ ഈ ടീച്ചിങ് സഹായിക്കുന്നില്ല. So between ourselves and Christ, the money has come in between because of this teaching. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അയൽപക്കത്തെ ഒരാൾ കടന്നു വരുന്നത് പോലെ ഇങ്ങനെ ഒന്ന് കടന്നു വന്നാൽ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകും. അതിനുദ്ദേശിച്ചിട്ടുള്ള ഒരു ടീച്ചിങ് ആയിട്ട് ഇത് ഫലത്തിൽ വരുന്നില്ലേ? So it is like an husband-wife relationship. The neighbor also comes in between. So it is like having that, losing the simple and pure devotion to Christ. നിങ്ങൾ തന്നെ ഈ കാര്യം ചിന്തിച്ചാൽ മതി. You can think about all this. രണ്ടാമത് ഇന്ന് ക്രിസ്തീയ കോളത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് അത് ഹൈപ്പർ ഗ്രേസിന്റെ ഒരു പഠിപ്പിക്കലാണ്. There is another teaching which is happening in Christianity called hyper grace. അതെന്താ പറയുന്നത്? What does that say? അത് പറയുന്നത് നമ്മളൊക്കെ കൃപയ്ക്ക് അധീനം. We are all under grace. ദൈവത്തിന്റെ കൃപയുള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. Because of grace we are saved. ശരിയാണ്. That is all correct. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നമ്മൾ രക്ഷയിലേക്ക് വന്നത്. We came to salvation because of God's grace. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. We are standing because of God's grace. അവിടം വരെ ഒരു കുഴപ്പമില്ല. Till then it is all correct. എന്നാൽ അതിനെ തുടർന്ന് പറയുന്നു, ദൈവത്തിന്റെ കൃപയിലാണ് നമ്മളെങ്കിൽ ആ കൃപയില് നമ്മളായിരിക്കുന്നിടത്തോളം ആ കൃപയില് നമ്മളെ ആ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മള് ആവശ്യമില്ലാതെ ഈ വിശുദ്ധി എന്നൊന്നും പറഞ്ഞ് ചുമ്മാ ആളുകളെ വിഷമിക്കണ്ട, ഈ കാര്യങ്ങളൊന്നും അങ്ങനെ പറയേണ്ടതായിട്ടില്ല. So it says that we are under grace, so we don't need to stress on the holiness of the people. എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിനെ സ്വീകരിച്ച് ഈ കൃപയിലേക്ക് വന്നത് നമ്മുടെ ഏത് തലത്തിലാണ്? So in what which realm did we come to know the Lord? നമുക്കറിയാമല്ലോ, നമ്മള് ശരീരം, ദേഹം, ദേഹി, ആത്മാവ്, 3 തലങ്ങൾ നമുക്കുണ്ട്. We have body, soul and our spirit. ആത്മാവിലാണ് നമ്മൾ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചത്. In spirit we accepted Jesus as our Lord. അപ്പോഴാണ് മരിച്ചു കിടന്ന് നമ്മുടെ ആത്മാവ് സജീവമായി. Then the dead spirit got revealed. അങ്ങനെ ആത്മാവിൽ നമ്മൾ ജീവിപ്പിക്കപ്പെട്ട് കർത്താവിന്റെ കൃപ അനുഭവിക്കും. So we started understanding God's grace. ഈ ആത്മാവിൽ നമ്മൾ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ജഡത്തിലോ ഒക്കെ നമ്മുടെ ഇതിലുണ്ടാകുന്നതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് ഈ ഗ്രേസിന്റെ പഠിപ്പിക്കലുകാർ പറയുന്നത്. So they say that you don't need to worry about what is happening in our flesh and all, because God has taken care of in our spirit. നോക്കുക, നിങ്ങൾക്ക് കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാൻ ഹവ്വായെ ചതിച്ച പിശാച് ഇന്ന് പുതിയ ഉപദേശങ്ങൾ കൊണ്ടുവരിക. Satan who deceived Eve is bringing new teachings to lead your mind astray from the beauty and simplicity of the worship of Christ. 2 Corinthians 11 നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് വായിച്ച ആ വാക്യം എന്താ പറയുന്നത്? When we come to 2 Corinthians chapter 11, what is that verse say? 4-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? The verse 4 it says, ഈ നിലയില് ഇതിനെ ലൈറ്റായിട്ട് എടുക്കുന്ന, അതിനെ ഗൗരവമില്ലാതെ എടുക്കുന്നവർ സത്യത്തിൽ എന്താ മറ്റൊരു യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. We see that if you don't take it seriously, then you are preaching under Jesus.
അവര് കൈക്കൊള്ളുന്നത് വേറൊരു ആത്മാവിനെ. They have another spirit. അവര് ഒടുവിലായിട്ട് അവര് വക്താക്കളായിരിക്കുന്നത് മറ്റൊരു സുവിശേഷം. And they are preaching a different gospel. കണ്ടോ, നമുക്ക് ആ കാര്യം വരരുത്. It should not happen to us. നമ്മളിപ്പോ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ നോക്കുക. ഈ കാര്യം ഞാൻ എന്റെ ആത്മാവ് കർത്താവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. Yeah, in this example which I told, my spirit is being saved by Christ. ആത്മാവ് ആ നിലയെ രക്ഷിക്കപ്പെട്ടു. ഇനിയിപ്പോ എന്റെ ജഡം കൊണ്ട് ഞാൻ എന്തോ ചെയ്താലും അതൊന്നും എന്റെ രക്ഷയെ ബാധിക്കുകയില്ല. So if I do anything in my flesh, it doesn't affect my salvation. എന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാൾ So ഫലത്തിൽ വേറൊരു യേശുവിനെ അല്ലേ പിന്തുടരുന്നത്? the person who is teaching like that is following another Jesus. വേറൊരു ആത്മാവിനെ അല്ലേ അദ്ദേഹം കേൾക്കുന്നത്? He is listening to another spirit. അദ്ദേഹം വേറൊരു സുവിശേഷത്തിന്റെ വക്താവായിട്ടല്ലേ ഇരിക്കുന്നത്? He is preaching another gospel. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മിൽ നിന്ന് ഒത്തിരി അകലെയാണ് എന്ന് വിചാരിക്കരുത്. Don't think it is so far from us. ഈ പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഉപദേശങ്ങൾ ക്രിസ്തീയ ലോകത്തും പതുക്കെ കടന്നു വരുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താ? This time also such teachings are coming in this Christianity. What does it aim for? എങ്ങനെയെങ്കിലും കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ നിലയിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും നമ്മൾ വിട്ട് അത് നമ്മൾ തെറ്റിപ്പോണം. നമ്മൾ മറ്റൊരു യേശുവിന്റെ പിന്നാലെ പോകണം, വേറൊരു സുവിശേഷത്തെ പിന്തുടരണം. ഇതാണ് സാത്താന്റെ അജണ്ട. So Satan wants our minds to be led astray from the simple and pure devotion and then follow different Jesus and different spirit. ഈ അജണ്ടയെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഭൂമിയിലെ ജീവിതം എന്തിനായിട്ട് ഉപയോഗിക്കണം? So if we know the agenda of this Satan, then what we should do in our life? ഈ ഏകാഗ്രതയും നിർമ്മലതയും ക്രമേണ വിട്ടുപോകാൻ ഇടയാകാതെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കും. Don't lose a simple and pure devotion in our life slowly. ഞാനിത് പറയുമ്പോൾ എന്തോ ഒരു ഭാരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Are you feeling a burden in yourself? പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് പേടിക്കണ്ട. Don't be afraid. നമുക്കിതിനായിട്ട് കർത്താവിനോടുള്ള ഏകാഗ്രതയ്ക്ക് നിർമ്മലതയ്ക്കായിട്ട് നമുക്കൊരു താല്പര്യമുണ്ടെങ്കിൽ നമ്മളത് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് നമ്മളെ സഹായിക്കും. If we have a desire to have a simple and pure devotion to Christ, then if we tell Him, He will help us. ഈ ക്രിസ്തീയ ജീവിതം നമ്മൾ തന്നെ ഭാരപ്പെട്ട് നിർവഹിച്ചു തീർക്കേണ്ട ഒന്നല്ല. It is not a big burden which we need to carry. നമുക്കൊരു സഹായകനായിട്ട്, ഹെൽപ്പറായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. God has given us a helper, the Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. The Holy Spirit will help us. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. Jesus is with us. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇതിനായിട്ട് നമ്മുടെ ഇച്ഛയെ വെച്ചാൽ മതി. Only thing we need to do is put our will for doing this. നമ്മുടെ ജീവിതത്തിൽ ഈ ക്രമേണ കഴിഞ്ഞ നാളുകൾക്കിടയിൽ എവിടെയെങ്കിലും വേറെ ചില കാര്യങ്ങൾ കർത്താവിനും നമുക്കും ഇടയിൽ വന്നിട്ടുണ്ടോ എന്ന് ശോധന ചെയ്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അവയെ വിട്ടാൽ മതി. Let's examine our life and see if there is something which has come in between ourselves and Christ. If there is something, let's leave that aside. അങ്ങനെ ഉണ്ടെങ്കിൽ കർത്താവ് അത് മാറ്റി തരും. Yeah, if we go to God, then God will help us to remove. തുടർന്ന് കർത്താവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. Then Holy Spirit will help us to walk in this simple and pure devotion to Christ. നമുക്ക് വേണ്ടത് ഈ വചനത്തോട് നമ്മൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കുക. Only thing we need to do is we need to respond to this God's word. നമ്മൾ നമ്മുടെ ഇച്ഛയെ ദൈവവചനത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന ഈ സത്യങ്ങൾക്ക് അനുകൂലമായിട്ട് വെക്കുകയാണ് വേണ്ടത്. Let's put our will to the truth what we heard today. അങ്ങനെ നമ്മൾ കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് തന്നെ നമ്മളെ നടത്തിക്കൊള്ളു. God only will lead us further. അതുകൊണ്ട് ഈ വചനം നിങ്ങളെ ഭാരപ്പെടുത്തണ്ട. This word should not burden you, പേടിപ്പിക്കണ്ട, not scare you. പക്ഷേ കണ്ടോ, ഈ 2 Corinthians 11 അധ്യായം 2-3 വാക്യങ്ങളില് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് തന്നിരിക്കും. So there is a warning in this verse, 2 Corinthians chapter 11 verse 2 and 3. ആ മുന്നറിയിപ്പിനെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണ്ടേ? Shouldn't we take it seriously? ഇവിടെ വെച്ച് നമ്മൾ വില്യബൂത്തിനെ പോലെ അത് ഗൗരവമായിട്ട് എടുത്ത് ആ കാര്യത്തിൽ ക്രമീകരിച്ചില്ലെങ്കിൽ നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് നഷ്ടവും സങ്കടവും വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത് നമുക്കായിട്ട് മുന്നറിയിപ്പായിട്ട് തന്നിരിക്കുന്നത്. If we don't take the relationship with Jesus more seriously, when we go to eternity, we may have sorrow in our life.